ഓക്കെ, സുഹൃത്തുക്കളെ, അടുത്തൊരു ഡയമണ്ട് മൈനിങ് വീഡിയോ ആയിട്ട് സ്വാഗതം. ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഡയമണ്ട് എങ്ങനെയൊക്കെ മൈൻ ചെയ്യും, അതുവരെ ഇത് കാണുക. ഡയമണ്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. ഡയമണ്ട് കണ്ടുപിടിക്കണം, അതാണ് എൻ്റെ ഒരു ഇത്. ഡയമണ്ട് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. ഞാൻ ഇന്ന് ഡയമണ്ട് കണ്ടുപിടിക്കും. ഡയമണ്ടിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എനിക്ക് ആദ്യം 4 ഡയമണ്ട് കിട്ടിയായിരുന്നു. പിന്നെ ഈ ഹോൾസ് ഹാർമർ കിട്ടിയായിരുന്നു. പിന്നെ 2 ബോയും കിട്ടിയായിരുന്നു. അല്ല, ഒരു ബോയും കുറച്ച് ഇതും കിട്ടിയായിരുന്നു. ഫുഡൊക്കെ കിട്ടിയായിരുന്നു. അതെനിക്ക് അവിടെ ഉള്ള വില്ലേജിൽ നിന്ന് കിട്ടുക. അപ്പം ഞാൻ ഡയമണ്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഇപ്പം തന്നെ പോകുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് പിന്നെ എല്ലാം പറയാം. എനിക്കൊരു വലിയൊരു ബേസ് ഉണ്ടാക്കണം. അത് ഞാൻ വലിയതായിട്ട് ഉണ്ടാക്കാം. ഞാൻ ഒരു കേവ് ബേസ് ഉണ്ടാക്കുന്നു. കേവിൻ്റെ അകത്തുള്ള ഞാൻ ഈ കേവിലോട്ട് ഈ ഒരു സ്ഥലത്തോട്ട് ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോവാണ്. ഈ ഒരു സ്ഥലത്തോട്ടൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ ഒരു ബിൽഡ് ചെയ്ത് വെക്കും. ഇന്നല്ല, കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ടേ ഞാൻ ഇത് ബിൽഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ലേറ്റ് ആവും എൻ്റെ ഇത് വരാൻ വേണ്ടി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇതുണ്ട്. അപ്പം ഞാൻ വീഡിയോ അതൊന്നുമില്ല, ചെറിയൊരു സൗണ്ടാണ്. ഞാൻ ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടി പോവാ. ഹലോ ഗൈസ്, ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്നാന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു അനിയനാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഒരുമിച്ച് ഗെയിം കളിക്കാൻ വരാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. ബെഡ് ലോക്ക് എഡിഷൻ ഈ വേർഷനും ഇതൊക്കെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. മനസ്സിലായോ? ഇപ്പം അവൻ്റെ ചേട്ടനാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ഓക്കെ, അടിച്ച് പൊട്ടിച്ചോ, അത്രേ ഉള്ളൂ. അടിച്ചങ്ങ് പൊട്ടിച്ചോ, ലൈക്ക് മട്ടനും അല്ലേ. ഞാൻ ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഡയമണ്ട് കണ്ടുപിടിക്കുമോ എന്നറിയത്തില്ല. ഞാൻ എന്തായാലും ഒരു സ്ട്രൈറ്റ് മൈൻ ചെയ്യാം, സ്ട്രൈറ്റ് ലെവലില്ലേ. ഓക്കെ സുഹൃത്തുക്കളെ, ഞാനപ്പം എനിക്ക് സ്ട്രൈറ്റ് മൈൻ ചെയ്യാൻ തുടങ്ങി ഈ സ്ഥലത്താണ്. ഞാനിവിടെ പുറകിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്ട്രൈറ്റ് മൈൻ ചെയ്യാം. ഡയമണ്ട് കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. അയൺ കിട്ടിയിട്ടുണ്ട്. വലിയ ഉറപ്പില്ല കിട്ടുമെന്ന്. കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ കാണുന്നില്ല. കുറച്ച് മൈൻ ചെയ്യാൻ എനിക്കൊരു ഇതുള്ളൂ, മൂഡ്. അപ്പോൾ എവിടെ മൈൻ ചെയ്യും? ക്രീപ്പർ അവിടെ നിൽക്കുവാഴേ. ക്രീപ്പർ പൊട്ടി. ഇനി ഏതൊരു സ്ഥലം സെലക്ട് ചെയ്യും? കുഞ്ഞു സോമ്പി ചെല്ലുടി. വാഴ എന്നെ കൊന്ന് ചത്ത് 1.5 ലൈഫ്. 1.5 അല്ലല്ലോ, എത്രയോ ലൈഫ്. ഓട് എന്നിട്ട് ഷെല്ല് പിടിച്ചോ. അടി 4 ലൈഫ് പോയി കിടക്കുക. അടി ഇങ്ങോട്ടിട്ട് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഭാഗ്യം. ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് മതി. വെള്ളം എടുത്തിട്ട് താഴോട്ട് പോവാം. ഒന്നും കാണുന്നില്ല. ഞാനാണ് ഇവിടെ ഒരു കുഞ്ഞു സോമ്പി ഉണ്ട്. അവൻ ചത്ത്. ഇനി ഇവൻ ഈസിയാണല്ലോ. ഒരു അടി കൊടുത്തോ. ഓക്കെ, ചത്തിട്ടുണ്ട്. എനിക്ക് ഡയമണ്ട് കിട്ടുമെന്ന് വലിയ വിശ്വാസമില്ല. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോവാം. മണ്ടേ വല്ല മൈൻ ചെയ്യാം, ഡയമണ്ട് കിട്ടുമെന്ന് നോക്കാം. ഒരുപാട് അങ്ങോട്ട് ഇറങ്ങി പോകണ്ട, അതാ നല്ലത്. ലാപ്പീസിൻ്റെ താഴെ ഡയമണ്ട് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ക്രീപ്പർ വരുന്നുണ്ട്. സ്കെൽട്ടൺ ഷോട്ട് ചെയ്ത് ചത്ത്. ഞാനൊന്നുകൂടെ ആ സ്ഥലം വരെ പോകണം. പക്ഷേ ഞാൻ ആ സ്ഥലം വരെ പോയിട്ട് വരാം. സ്ഥലം വരെ പോയിട്ട് ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ദൂരം പോയപ്പോൾ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം
അയ്യോ ബ്രൈറ്റ് കുറഞ്ഞു ഞാൻ കണ്ടില്ല. ബ്രൈറ്റ് വിട്ടു കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ കുറേ സ്ഥലത്തോട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ വെട്ടമൊന്നും വെച്ചില്ല. ഇവിടെ കുറേ സ്ഥലത്തോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ അയൺ ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റേ ഒമ്പായം കിട്ടുന്ന മറ്റേ സാധനമില്ലേ, അത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ കുറേ അയൺ ഉണ്ടായിരിക്കും. അല്ല, ഈ അയണൊക്കെ തിരിച്ചുകൊണ്ട് വൈൻ ചെയ്യാം. ഞാൻ വിചാരിച്ചതാണ്ട ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് വൈൻ ചെയ്യണം. ചിലപ്പം ലക്കൊണ്ടേ എനിക്ക് കിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ പ്ലാൻ കൊണ്ടോ കുഴപ്പമില്ല, നേരെ വൈൻ ചെയ്യാം. കിട്ടിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ അയൺ ഇരിക്കുന്നു, അത് പിന്നെ വൈൻ ചെയ്യാം. അയൺ അല്ല, ഡയമണ്ടും കൂടെ കിട്ടി. ആണേ, ഇതെന്നെ വേരാണ് പേര്. സത്യമായിട്ട് ഞാനിത് ക്രിയേറ്റീവായിട്ട് വെച്ചതല്ല. പക്ഷേ ഞാൻ എൻ്റെ ഹാർട്ട് പോയായിരുന്നു. അപ്പം ഞാനില്ലേ ഒരു വിച്ച് അവിടെ ഉണ്ടായിരുന്നു. ആ വിച്ച് എൻ്റെ ദേഹത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ആരുടെ ലൈഫായ പെട്ടെന്ന് ക്രിയേറ്റീവായിരുന്നു. അതാണ് നിങ്ങൾ ഞാൻ ക്രിയേറ്റീവായിരിക്കുന്നത് കണ്ടില്ലായിരുന്നോ? താഴത്തെ ലൈഫ് കാണാനായിട്ട്. അത് ഞാൻ പെട്ടെന്ന് ആ വിച്ച് വന്നിറങ്ങി ചാവാടായി. അപ്പം നല്ല സ്ഥലം കിട്ടി. എനിക്ക് ഈ സ്ഥലത്തോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഇവിടെ ഒരു വിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു വിച്ച് നിൽപ്പുണ്ടായിരുന്നു. ആ വിച്ചെടുത്ത് എൻ്റെ ദേഹത്തോട്ട് ഇറങ്ങി, ഒരു കുപ്പി എടുത്ത് ഇറങ്ങി. ഈ അപ്പം തന്നെ പോയിസണം വന്ന് ഞാൻ ആരുടെ ലൈഫായി. അങ്ങോട്ട് ഞാൻ മൈൻഡ് ചെയ്ത് കാണി ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ക്രിയേറ്റീവായി. അതുകൊണ്ട് ചത്തില്ല വേഗത്തിന്. എന്നിട്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് കഴിച്ച് അത്ര ചെയ്തുള്ളൂ. എന്നിട്ട് ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞ്. അയ്യോ, ലക്കിനാണ് ഞാൻ ചാവാഞ്ഞ്. ഇവിടെ ഒരു വിച്ച് നിൽപ്പുണ്ടായത്. ഞാൻ ശ്രദ്ധിക്കാതെ അങ്ങ് കയറി പോയാന്ന് ചെയ്തു. ഞാൻ ഇനി അവിടെ എത്തിയിട്ട് വിളിക്കാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കടന്നുണ്ടാകാൻ. അയ്യോ, എത്ര നേരം എടുത്ത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലോ, കുറേ ടൈം എടുത്ത് ഞാൻ ആ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം 5 ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. വേണ്ട, ആറുമട ഞാൻ ഊരി ഇട്ടു. ഓക്കെ, ആറുമട ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഇതിട്ടിട്ട് അല്ല, ഒരു മിനിറ്റ്, ആറുമട ഒന്ന് ഊരിയിട്ട് ഡയമണ്ട് കിട്ടി. അയ്യോ, ഷീൽഡ് ഊരാൻ മറന്നായി. കുഴപ്പമില്ല. ഡയമണ്ട് കിട്ടി. ഓടും വിട്ടു. ഇതിനകത്ത് സൂം ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, സൂം ചെയ്തേ. ഡയമണ്ട് മാറ്റി ഡയമണ്ട് കിട്ടി സുഹൃത്തുക്കൾ. കണ്ട, ഡയമണ്ട് കയ്യിരിക്കുന്നുണ്ടോ? ഫുള്ള് ഡയമണ്ട്. ഓക്കെ, 5 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് 5 ഡയമണ്ട് വാങ്ങിച്ച് ചെയ്യേണ്ടതിൻ്റെ ഒരു വീഡിയോയായിരുന്നു. 5 ഡയമണ്ട് എത്ര എണ്ണം കിട്ടി? 9. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ്. ഒരു 5 ഡയമണ്ട് വാങ്ങിച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് അടിച്ചങ്ങ് പൊട്ടിച്ചോ. അത്രേ ഉള്ളൂ, അടിച്ചെന്ന് പറഞ്ഞ് പൊട്ടിച്ചോ. അത്രേ ഉള്ളൂ. തെറ്റാ.